നമുക്ക് 2023-24 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ചെയ്യാം. ഇതിലെ ലൈറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. An object is placed in front of a convex mirror. Its image is formed. നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് അതിലൊരു പിക്ചർ നമ്മൾ വരച്ചിരിക്കണം. കോൺവെക്സ് മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് മിറർ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഇപ്പുറത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണ്. അപ്പോൾ എന്ത് വന്നാലും ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. കോൺവെക്സ് മിറർ ആകുമ്പോൾ നമുക്ക് ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യും. ബിഹൈൻഡ് ദ മിറർ ആണെന്ന് നമ്മുടെ മൈൻഡിലുണ്ട്. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ് ഓപ്ഷനിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, സെക്കൻഡ് ഓപ്ഷനിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, തേർഡ് ഓപ്ഷൻ അത് തന്നെ. അപ്പോൾ ഇത് മൂന്നും എലിമിനേറ്റ് ചെയ്തിട്ട് ഫോർത്ത് ഓപ്ഷൻ ബിഹൈൻഡ് ദ മിറർ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ വേരീസ് അക്കോർഡിംഗ് ടു ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, അതാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതാണ് കോൺവെക്സ് മിറർ. അപ്പോൾ ഈ ബ്ലാക്ക് ലൈൻ നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും എനിക്ക് ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് കിട്ടുന്നത്. എവിടെ വെച്ചാലും, ഏതൊരു പോയിന്റിൽ വെച്ചാലും. പിന്നെ ഒരു കാര്യം, ആ ഇമേജ് എന്ന് പറയുന്നത് പൊസിഷൻ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ച് ഇമേജിന്റെ പൊസിഷനും വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, പെൻസിലിന് പകരം എനിക്ക് ആരോ മാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടോ, അപ്പോൾ ആൻസർ ബിഹൈൻഡ് ദ മിറർ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. When light enters the atmosphere, it strikes on extremely fine particles which deflect the rays of light in all possible directions. This is due to one mark question ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് ആൻസർ. ഇവിടെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിൻ്റെ ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളർ ലൈറ്റ് ആണ് കൂടുതലും സ്കാറ്റർ ചെയ്യുന്നത്. വേവ് ലെങ്ത് കൂടിയ റെഡ് ലൈറ്റ് വളരെ കുറച്ചേ നമുക്ക് കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ സ്കാറ്ററിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. ഫൈൻ പാർട്ടിക്കിൾസ് സൺലൈറ്റ് തട്ടുമ്പോൾ സ്കാറ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് 3 മീഡിയ ആർ ഗിവൺ ബിലോ. മീഡിയം എ, ബി, സി തന്നിട്ടുണ്ട്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എൻ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി ആൻഡ് another ray is traveling from B to C. In which of the two cases the refracted ray bends towards the normal എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിന് എൻ വളരെ കൂടുതലായിരിക്കും, റെയറർ ആയിട്ടുള്ള മീഡിയത്തിന് എൻ കുറവായിരിക്കും. ഓക്കെ, ഡെൻസർ മീഡിയവും റെയറർ മീഡിയവും നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം എയറും വാട്ടറും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്ടറാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയമാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയമാണ് എയർ. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഡെൻസർ ടു റെയറർ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. നമ്മൾ ഇതിൽ നോർമൽ വരയ്ക്കുമല്ലോ, പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നതാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പം ഈ എവേ ഫ്രം ദി ഓർത്തിരിക്കാൻ വേണ്ടിയാണ് DRA പറയുന്നത്. ഡ്രാഗൺ ഓർത്താൽ മതി നിങ്ങൾ, ഡ്രാഗൺ, DRAGON. അപ്പോൾ ഡെൻസർ ടു റെയറർ എവേ ഫ്രം ദ നോർമൽ, ഡ്രാഗൺ. ഓക്കെ, അപ്പോൾ ഇതൊരെണ്ണം ഓർത്തിരുന്നാൽ അടുത്തത് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അതിൻ്റെ ലെറ്റേഴ്സ് ഒന്നും എഴുതണ്ട, എന്നാലും ഞാൻ പറഞ്ഞുതരാം. റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്താൽ മതി, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. റെയറർ ടു ഡെൻസർ വന്നാൽ ടുവേർഡ്സ് ദി നോർമൽ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടുവേർഡ്സ് ദ നോർമൽ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടുവേർഡ്സ് ദ നോർമൽ ഏതിലേക്കാണ് പോകുന്നത്? ടുവേർഡ്സ് ദ നോർമൽ ആണെങ്കിൽ റെയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്യണം. റെയറർ ടു ഡെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A to B ആണോ B to C ആണോ? റെയറർ ടു ഡെൻസർ A to B ആണ് അല്ലേ. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ സാധനമാണ് റെയറർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഡെൻസർ ആണ്. അപ്പോൾ റെയറർ ടു ഡെൻസർ പോകുമ്പോഴാണ് ടുവേർഡ്സ് ദ നോർമൽ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? A to B ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് കേസ് ഡസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ സെക്കൻഡ് മീഡിയം. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ എപ്പോഴും സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, റെയറർ മീഡിയത്തിൽ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, എയറും വാട്ടറും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എയറിൽ സ്പീഡ് ഓഫ് ലൈറ്റ് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? വാട്ടറിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
ഓക്കെ, എയറിലുള്ളത് നമുക്കറിയാം സി, ആ വാല്യൂ നിങ്ങൾക്കറിയാം 3 × 10⁸ m/s ആണ്. അപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും വാട്ടർ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ. സ്പീഡ് കുറവായിരിക്കും ഡെൻസർ മീഡിയത്തിൽ. ഈ കേസിൽ എങ്ങനെ വരും? സെക്കൻഡ് മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് റെയറർ മീഡിയം ആയിരിക്കണം. സെക്കൻഡ് മീഡിയം റെയറർ മീഡിയം ആയിട്ടുള്ള ഏത് കേസാണ്? B/C ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ B/C ആണ്. റീസൺസ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. സ്പീഡ് കൂടണമെങ്കിൽ അത് റെയറർ മീഡിയം ആയിരിക്കണം. ഡെൻസർ ടു റെയറർ മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, first question, explain why the refractive index of any material with respect to air is always greater than 1. Okay, ഇതാണ് അതിന്റെ ആൻസർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്നുള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എനി മെറ്റീരിയൽ മീഡിയം ഈസ് ഓൾവേസ് ഒപ്റ്റിക്കലി ഡെൻസർ ദാൻ എയർ. എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഇതാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എപ്പോഴും കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒബ്വിയസ്ലി എപ്പോഴും 1-നേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാനിത് വായിക്കാം. എനി മെറ്റീരിയൽ മീഡിയം ഈസ് ഓൾവേസ് ഒപ്റ്റിക്കലി ഡെൻസർ ദാൻ എയർ. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഹെൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് greater than 1. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? In the figure below, a light ray travels from air into the semicircular plastic block. Give a reason why the ray does not deviate at the semicircular boundary of the plastic block. അപ്പോൾ ഇവിടെ വരുന്നപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ? ഇത് എയർ ആണ്, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബ്ലോക്ക് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ മീഡിയം ചേഞ്ച് ആകുമ്പോൾ ഉറപ്പായിട്ടും ഡീവിയേഷൻ സംഭവിക്കേണ്ടതല്ലേ? പക്ഷെ ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇവിടെന്നോ ഇവിടെ ഏതൊരു പോയിന്റിലാണോ ലൈറ്റ് വന്ന് വീഴുന്നത് ആ പോയിന്റിന് ഒരു നോർമൽ ഉണ്ടാവുമല്ലോ. ഏതൊരു പോയിന്റ് ആയാലും, ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് പോയിന്റ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന പോയിന്റെങ്കിൽ ഇവിടുത്തെ 90 ഡിഗ്രി ഇതായിരിക്കും. ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടാൻജന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ പർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത് അതിന്റെ നോർമലിലൂടെയാണ്. മനസ്സിലായോ? ആ പോയിന്റിൽ കൂടെ ഈ പ്ലാസ്റ്റിക് ബ്ലോക്കിലേക്ക് ഒരു നോർമൽ വരച്ചാൽ അതേ ലൈനിൽ കൂടെയാണ് ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അതിന്റെ ആൻസർ. ദ റേ എൻറ്റേഴ്സ് ദ പ്ലാസ്റ്റിക് ബ്ലോക്ക് അലോങ് ദ നോർമൽ ടു ദ സർഫസ്. ഫോർ നോർമൽ ഇൻസിഡൻസ് ദർ ഈസ് നോ ഡീവിയേഷൻ. ഇത് നിങ്ങൾക്ക് ഞാനൊരു സിമുലേഷൻ കാട്ടിത്തരാം. ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് പ്രസത്തിൽ തട്ടുന്നുണ്ട്, ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ പൊസിഷൻസ് മാറ്റി കൊടുക്കുകയാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഡീവിയേഷൻ ഉണ്ട് ആക്ച്വലി പ്രസത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ ഏതൊരു പോയിന്റിലാണോ ഇത് നോർമലുമായിട്ട് മാച്ച് ആവുന്നത്, ഞാൻ നോർമൽ വരച്ചുതരാം. അപ്പോൾ ഇവിടെ നോർമൽ നിങ്ങൾക്ക് കാണാം, ഈ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻസ്. ഈ നോർമലിന് മാച്ച് ആയിട്ട് എപ്പോഴാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡീവിയേഷൻ ഡിസപ്പിയർ ആവും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ നോർമലും എൻ്റെ ഇൻസിഡന്റ് റേയും സെയിം ലൈനിലാണ്. ബോട്ടം പാർട്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഈ കർവ്ഡ് പാത്തിലൂടെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് നോർമലിൽ അതേ ലൈനിൽ കൂടെ എൻ്റെ ലൈറ്റും ഇൻസിഡന്റ് ചെയ്തപ്പോൾ ഈ ലൈറ്റിന് ഒരു ഡീവിയേഷനും ഇല്ലാതെ പാസ് ചെയ്തു പോയി. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോ സെക്കൻഡ് ഈ കർവ്ഡ് അല്ലാത്ത പാത്തിൽ കൂടെ ലൈറ്റ് പോകുമ്പോൾ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് നോർമലിൽ നിന്ന് എങ്ങോട്ടാണ്? എവേ ഫ്രം ദ നോർമൽ ആണ് പോകുന്നത്. ഡെൻസർ ടു റെയറർ, എവേ ഫ്രം ദ നോർമൽ. അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, complete the ray diagram of the above scenario when the light ray comes out of the plastic block from the top flat end. അപ്പോൾ അത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 40 ഡിഗ്രിയാണ് ഇൻസിഡന്റ് ആംഗിൾ ഉള്ളത്. അപ്പോൾ അതിനേക്കാളും കൂടുതലുള്ള ആംഗിൾ വേണം ഇവിടെ വരയ്ക്കാൻ. 40 ഡിഗ്രിനേക്കാളും മേലെ ആയിരിക്കണം ഈ റിഫ്രാക്റ്റഡ് ആംഗിൾ നിങ്ങൾ വരയ്ക്കാൻ. കാരണം ഇത് ഡെൻസർ മീഡിയം ആണ്. ഡെൻസർ ടു റെയറർ, നമ്മൾ എന്ത് ക്ലൂ വായിച്ചാൽ ഡെൻസർ ടു റെയറർ ഡ്രാഗൺ എന്ന് പറഞ്ഞ ക്ലൂ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എവേ ഫ്രം ദി നോർമലിൽ നിന്ന് എവേ, അതിനും ദൂരേക്ക് പോയിട്ടുണ്ടാവണം ഈ ലൈൻ. അതിലാണ് കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ടുവേർഡ്സ് ദ നോർമൽ ആയിപ്പോയി, നോർമലിൻ്റെ അടുത്തേക്ക് വന്നുപോയി. അപ്പോൾ അത് ഓപ്പോസിറ്റ് കാര്യമാണ്, റെയറർ ടു ഡെൻസറിൻ്റെ കേസാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എബവ് ഇമേജ് ഷോസ് എ തിൻ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5 മീറ്റർ. വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ലെൻസ് ഷോൺ ഇൻ ദ എബവ് ഫിഗർ? ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ് അല്ലേ? ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അത്
കോൺവെക്സ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എങ്ങനെയാണ്? ഒരു കേവ് മാതിരി ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത് കേവ് മാതിരിയാണ് ഇരിക്കുന്നത്, കോൺകേവ് ലെൻസ്. ബൾജ് ചെയ്തിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. If a real inverted image is to be formed by this lens at a distance of 7 meters from the optical center, then show with the calculation where should the object be placed. Object ആണ് എവിടെയെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എഴുതാം. ഫോക്കസ്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇമേജ് ഡിസ്റ്റൻസ് 7 മീറ്റർ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം. ലെൻസ് ഫോർമുല എന്താണ്? 1/f ഈക്വൽസ് 1/v മൈനസ് 1/u ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് 1/u സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മൈനസ് 1/u എന്ന് പറയുന്നത് 1/f മൈനസ് 1/v ആണ്. 1/5 മൈനസ് 1/7. 7 മൈനസ് 5 ഡിവൈഡ് ബൈ 7 ടൈംസ് 5. 2 ഡിവൈഡ് ബൈ 35. അത് മൈനസ് 1/u ആണ്. u എന്ന് പറയുന്നത് നെഗറ്റീവ് 35/2. നെഗറ്റീവ് 17.5. ഓക്കെ, മീറ്റർ. എല്ലാ മീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെഗറ്റീവ് 17.5 മീറ്ററിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഈ നെഗറ്റീവ് എപ്പോഴും നമുക്ക് വേണമല്ലേ ഒബ്ജക്റ്റിന്, കാരണം ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെക്കുക. കൺവെൻഷനലി അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർമെന്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് നീഡ് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോക്കൽ ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ മാർക്ക് ചെയ്യാം. 5 മീറ്റർ. എന്നിട്ട് ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 7 മീറ്റർ. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഫോക്കൽ ലെങ്ത്തും ഇമേജ് ഡിസ്റ്റൻസും ഒക്കെ പോസിറ്റീവായിട്ട് ആണ്. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് നെഗറ്റീവ് 17.5 മീറ്റർ. ഇത് മാർക്ക് ചെയ്യാൻ കൂടി ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. എ 10 cm long pencil is placed 5 cm in front of a concave mirror having a radius of curvature of 40 cm. Determine the position of the image formed by this mirror. U ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 cm long pencil എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 10 cm. Long pencil is placed 5 cm in front of the concave mirror. So U തന്നിട്ടുണ്ട്, അത് -5 ആണ് അല്ലേ. യു എപ്പോഴും -5 ആണ്. കോൺകേവ് മിറർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ എന്ന്. അപ്പോൾ ഉറപ്പായിട്ടും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കൽ ലെഫ്റ്റിൽ തന്നെയാണ് ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുക. സോ -20 സെന്റിമീറ്റർ. പൊസിഷൻ ഓഫ് ദി ഇമേജ് ആണ്, ബി ആണ്. അപ്പൊ ഇത് മിറർ ആണ്. മിറർ ഇക്വേഷൻ എന്താണ്? 1/f ഈക്വൽസ് 1/v പ്ലസ് 1/u. അപ്പൊ ഈ ഒരെണ്ണം മാത്രം ഓർത്തിരിക്കുക അഡീഷൻ ആണെന്ന്. എന്നിട്ട് ലെൻസിന് ഇതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. മിറർ ഇക്വേഷൻ 1/v പ്ലസ് 1/u ആണെന്ന് എങ്ങനെ ഓർത്തിരിക്കും? പോസിറ്റീവ് ആണെന്ന്. നമ്മൾ മിററിൽ നമ്മുടെ ഇമേജ് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പോസിറ്റീവ് ഇവിടെ വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, മിററിൽ നമ്മുടെ ഫേസ് കാണുന്നു, പോസിറ്റീവ് ആകുന്നു. ആ പോസിറ്റീവ് മിറർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇടണമെന്നും ഓർക്കണം. ഓക്കെ, മിറർ ഇക്വേഷനിലെ മാത്രം കാര്യമാണ് ഞാനിപ്പോൾ പറയണേ. ഓക്കെ, മിറർ ഇക്വേഷനിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. 1/v പ്ലസ് 1/u എന്ന് വരുന്നു. ബാക്കി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ 1/f നമുക്കറിയാം 1/-20 ഈക്വൽസ് 1/v പ്ലസ് 1/-5. 1/v സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് 1/v ഒരു ആൻസർ കിട്ടും, 0.15 എന്ന് കിട്ടും. അത് v കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.67, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 6.67 സെന്റിമീറ്റർ ആണ് നമ്മുടെ പൊസിഷൻ, ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ. ഓക്കെ, അത് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇമേജ് റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിൽ ഇമേജ് റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ അല്ലേ, 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ സെന്ററിനും ഫോക്കൽ ലെങ്ത്തിനും ഇടയിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 5 സെന്റിമീറ്റർ. അതുകൊണ്ട് നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് ബിഹൈൻഡ് ദ മിറർ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദി ഇമേജ്? സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം HI/HO, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചെയ്യുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. മാഗ്നിഫിക്കേഷന് നമ്മുടെ പൊസിഷൻ വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, V/U എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മിറർ ഇക്വേഷൻ പോസിറ്റീവ് ആകുമ്പോൾ മാഗ്നിഫിക്കേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് എണ്ണം -V/U. ഓക്കെ, ഫോർ മിറർ ലെൻസിന് ഇതിൻ്റെ തിരിച്ചു വരും. ഫോർ മിറർ ആണ് ഈ നെഗറ്റീവ് നമ്മളിവിടെ ഇടുക. അപ്പോൾ
V എന്താണ് 6.67 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. U ഓൾറെഡി നെഗറ്റീവ് ആണ്, -5 കിട്ടി. മാഗ്നിഫിക്കേഷൻ എന്താണ് കിട്ടുന്നത്? വി കൻ ഓക്കെ, ഇതിങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇത് HI ഡിവൈഡ് ബൈ HO ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട, തൽക്കാലം ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ HI എന്ന് പറഞ്ഞാൽ 6.67 ഡിവൈഡ് ബൈ 5 ടൈംസ് HO ആണ്. HO എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്ത് കിട്ടും? 13.34 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അപ്പോൾ ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇതാണ് കിട്ടിയിരിക്കുന്നത്, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് നീറ്റായിട്ട് വരയ്ക്കാനാണ്. ഓക്കെ, ഇതാണ് ആ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഒപ്റ്റിക്കൽ സെന്ററിന്റെയും ഇടയിലാണ് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഇമേജ് കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കോൺകേവ് മിറർ. നമ്മളോട് 20 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിന്റെ ബിയോണ്ട് ഫോക്കൽ ലെങ്ത് ആയിരുന്നു ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് റിയൽ ഇമേജ് ആയിട്ട് ഇൻവേർട്ടഡ് ആയിട്ട് ഇങ്ങനെ വന്നേനെ. പക്ഷെ നമ്മുടെ ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്ററിലായിരുന്നു. അപ്പോൾ ഇത് ഫോക്കൽ ലെങ്ത്തിന്റെ ഉള്ളിലാണ്, ഒപ്റ്റിക്കൽ സെന്ററിന്റെയും ഫോക്കസിന്റെയും നടുക്കാണ്. അതുകൊണ്ട് നമുക്ക് വിർച്വൽ ഇമേജ് മാഗ്നിഫൈഡ് ആയിട്ട് ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്, അതായത് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഈ സിമുലേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മേലത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എയർ ആണ്, റെയറർ മീഡിയം ആണ്. താഴത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് മെറ്റീരിയൽ എയർ, താഴത്തെ മെറ്റീരിയൽ ഗ്ലാസ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ആ ഈ ബോക്സിൽ തന്നിട്ടുണ്ട് 1.5. എയറിൻ്റെ റിഫ്രാക്ഷൻ ഇൻഡെക്സ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇത് റിഫ്ലക്ഷൻ്റെ പാത്താണ് വേറെ തന്നിരിക്കുന്നത്, അത് നിങ്ങൾ നോക്കണ്ട, റിഫ്രാക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിൽ നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ റെയറർ ടു ഡെൻസർ ആണ് ഇപ്പോൾ ലൈറ്റ് പോയിരിക്കുന്നത്. റെയറർ ടു ഡെൻസർ ആകുമ്പോൾ ആംഗിൾ നോക്കൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതിലും കുറവാണ്, 28.1 വന്നു. ഇപ്പോൾ റെയറർ ടു ഡെൻസർ പോകുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ ആണ് വന്നിരിക്കുന്നത്. ഞാനിത് തിരിച്ചാൽ എയറിന് പകരം ഗ്ലാസും ഗ്ലാസിന് പകരം എയറും ആക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 26.4ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 41.8 ഡിഗ്രിയും, അതായത് എവേ ഫ്രം ദി നോർമൽ, ഡെൻസർ ടു റെയറർ, എവേ ഫ്രം ദി നോർമൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ സിമുലേഷൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഒക്കെ നോക്കാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടോ, സ്പീഡ് 0.67 CA ഉള്ളൂ, അതായത് എയറിലുള്ള സ്പീഡിനേക്കാൾ കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മെറ്റീരിയലിൽ സ്പീഡ് എപ്പോഴും കുറവായിരിക്കും. എയറിലെ ലൈറ്റിൻ്റെ സ്പീഡ് കണ്ടോ 1 C എന്നാണ് ഇട്ടിരിക്കുന്നത്. C നിങ്ങൾക്കറിയാം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ സ്പീഡ് കുറഞ്ഞു. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ആ സ്പീഡ് ഓഫ് ദി ലൈറ്റ് ആ മെറ്റീരിയലിൽ കുറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.